ഹലോ നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഇറാനെ അടിച്ച് തകർത്തുട്ടാ നമ്മുടെ അമേരിക്കയും കൂടെ ഇസ്രായേലിന് സപ്പോർട്ടായത് വലിയൊരു നല്ല കാര്യമായി. കാരണം ഇത്ര കാരണം ഇറാൻ എന്ന് പറയുന്നത് ഒരു ഒരു ഫ്രീഡമുള്ള രാജ്യമല്ല. അവിടുത്തെ മനുഷ്യനെ പോലും അവരുടെ അടിമയിൽ കൊണ്ടുവന്ന് വെച്ച് ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. ഹമാസ് അങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം അവിടെ ജനിക്കുന്ന ചെറിയ കുട്ടികൾക്ക് പോലും അവരുടെ ഒരു വിഷം അത് ഇങ്ങനെ കുത്തിവെച്ച് അത്രയും അടിച്ചമർത്തണം അവർ. അവിടുത്തെ വീഡിയോസ് പോലും പുറമേ പോവില്ല. അവിടെ യുദ്ധം നടക്കുന്ന വീഡിയോസ് പോലും പുറമേ പോലും. പക്ഷേ ഇസ്രായേലിൽ ഇപ്പോൾ യുദ്ധം നടക്കുന്ന വീഡിയോ പോലും അവിടെ എത്ര മലയാളികൾ വീഡിയോ എടുത്തിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അവർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അവർക്ക് അത്രയും പ്രശ്നമുണ്ടാവും. ഇറാനിൽ വർഗീയതയായിട്ടുള്ള കാര്യങ്ങളാണ് അവർ പഠിപ്പിച്ചു കൊടുക്കുന്നതും മറ്റുള്ളവർക്ക് അത് സ്പ്രെഡ് ചെയ്ത് പോകുന്നതും. ജനിക്കുന്ന കുട്ടികൾക്ക് വരെ അവിടെ ഒരു ഫ്രീഡമില്ല. ഫ്രീഡം പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റോഡ് കൂടെ നടക്കുക അങ്ങനെയല്ല. അതിൻ്റെ ഒരു മതപരമായിട്ടുള്ള കാര്യങ്ങളാണ് അവർക്ക് മൊത്തം സ്പ്രെഡ് ചെയ്യിപ്പിക്കുന്നത്. അത് പിന്നെ നമ്മുടെ അമേരിക്കയും ഇസ്രായേലും അടിച്ചത് അവൻ്റെ ന്യൂക്ലിയർ താവളങ്ങൾ, അവൻ്റെ ബോംബെല്ലാം സൂക്ഷിക്കുന്ന, അതുപോലെ അവൻ്റെ വെപ്പൺസ് എല്ലാം സൂക്ഷിക്കുന്ന ഒരു താവളം ഉണ്ടാവില്ല, അണ്ടർഗ്രൗണ്ട്. അതാണ് ഇവർ ലക്ഷ്യം വെച്ച് തകർക്കുന്നത്. കാരണം പറഞ്ഞാൽ ഇത്രയും വർഗീയമായിട്ടുള്ള ഒരു 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 നെഗറ്റീവായിട്ടൊരു രാജ്യത്ത് ഇത്രയും വലിയ വലിയ ബോംബുകളും അതുപോലെയുള്ള വെപ്പൺസൊക്കെ ഉണ്ട് പറഞ്ഞാൽ അത് നമുക്ക് പിന്നീട് ഏതെങ്കിലും സമയത്ത് അവർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു നഷ്ടം ഉണ്ടാവും. അത് മുൻകൂട്ടി അറിഞ്ഞത് കൊണ്ടാണ് ഇസ്രായേലും അമേരിക്കയും സപ്പോർട്ട് ചെയ്ത് അടിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ B2 അങ്ങനെ പറയുന്ന ഒരു വിമാനം, അത് ഏകദേശം ഒരു 200 എന്താ പറയുക, 200 ഒരു 10,000 നമ്മുടെ ഇന്ത്യൻ റുപ്പി ഒരു 10,000 20,000 കോടി വരുന്ന അത്ര വിലമതിക്കുന്ന ഒരു അത് വന്ന് മിസൈൽ അടിച്ച് തകർത്തിരിക്കുകയാണ്. ഇറാൻ്റെ കുറേ താവളങ്ങൾ, ന്യൂക്ലിയർ അതൊക്കെ വെച്ചിരിക്കുന്ന താവളങ്ങൾ. അത് വളരെ നല്ല കാര്യമായി. കാരണം അമേരിക്കയിൽ കാലങ്ങൾക്ക് മുമ്പ് ഒരു ആക്രമണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇറാൻ്റെ. അതിനുള്ള ഒരു തിരിച്ച് അടിയായിട്ടാണ് നമ്മളത് കണക്കൂട്ടുന്നത്. കാരണം ഒറ്റയ്ക്കടിക്കാൻ അമേരിക്കയ്ക്ക് പറ്റാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ. കാരണം പറഞ്ഞാൽ അത് എങ്ങനെ ഒരു പ്രശ്നം അത് സപ്പോർട്ട് ചെയ്യണം, എങ്ങനെ തുടങ്ങണം എന്നറിയാം. കാരണം ഇസ്രായേലും കൂടെ വന്നപ്പോൾ, കാരണം നമ്മുടെ ലോക രാജ്യങ്ങൾക്കൊരു സമാധാനമാണ് ഇവരെ നമ്മൾ അടിക്കുന്നത്. പറഞ്ഞാൽ ഇത് പിന്നീട് വരുന്ന കാലങ്ങൾക്കൊക്കെ അവരുടെ കയ്യിൽ ഇത്രയും ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ളത് മറ്റുള്ള രാജ്യങ്ങളെ അറ്റാക്ക് ചെയ്ത് ഇല്ലാണ്ടാക്കാനുള്ള ഒരു ഇതാണ്. ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ അടുത്ത് പോലും അവർ ചോദിച്ചിരിക്കുകയാണ് ഈ വെടിനിർത്തൽ വെടിനിർത്തൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണം, സംസാരിക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ മോദിക്ക് പോലും മെസ്സേജ് അയച്ചിരിക്കും. കാരണം ഒരു നല്ല രാജ്യമാണ് സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മളത് സപ്പോർട്ട് ചെയ്യും. ഇവർ സപ്പോർട്ട് ചെയ്തത് വർഗീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെയുള്ള ഇത് ഇപ്പം നമ്മുടെ ഒരു കാസ്റ്റ് പരമായിട്ടാണ് അവർ ഒരുപാട് പോകുന്നത്. മനുഷ്യൻ നമ്മൾ ജീവിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ ഫ്രീഡത്തോടെയാണ്. ഇത് നമുക്ക് ആ ഒരു മതത്തിൻ്റെ ഒരു ടെൻഡൻസി കൊണ്ടുവരണം. ഇപ്പോഴത്തെ കാലത്ത് മതത്തിൻ്റെ ടെൻഡൻസി കൂടുതൽ ആൾക്കാർക്കും ഇല്ല. അപ്പോൾ ഇന്ത്യയിലാണെങ്കിലും അങ്ങനെ കുറവായി. ഇത് ഇപ്പോൾ വേണമെങ്കിൽ ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ കുറേ രാജ്യങ്ങൾ വരണമല്ലോ. ഇപ്പോൾ ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു രാജ്യം പോലും വരില്ല. കാരണം അവർ ചെയ്യുന്നത് ചെറ്റത്തരമാണ്. അതുകൊണ്ടാണ് അവർക്കൊരു ടാർഗറ്റ് ഇല്ല, എന്തിനാണ് ആക്രമിക്കുന്നത് അങ്ങനെ ഒരു ഐഡിയ ഇല്ല. പക്ഷെ നമ്മൾക്കൊരു ഐഡിയ ഉണ്ട്. നമ്മൾക്ക് മീൻസ് ഇസ്രായേലിലും അമേരിക്കയ്ക്കും ഒരു ഐഡിയ ഉണ്ട്. അവരുടെ ന്യൂക്ലിയർ താവളങ്ങളാണ് ലക്ഷ്യമിട്ട് അടിച്ചിരിക്കുന്നത്. ഓക്കെ, ബൈ.